മുഖ്യമന്ത്രി പിണറായി വിജയനും ശബരിമല സ്വർണ്ണക്കവർച്ച കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്നുള്ള ചിത്രം സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത കേസിൽ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യൻ പോലീസിന് മുൻപാകെ ഇന്ന് ഹാജരാകും. കൈവശമുള്ള സുബ്രഹ്മണ്യന്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കി. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മാത്രം രൂപമാറ്റം വരുത്തിയ ചിത്രങ്ങളാണോ പോസ്റ്റ് ചെയ്തതെന്നതിൽ സുബ്രഹ്മണ്യൻ ഇന്ന് പോലീസിന് നേരിട്ട് കൂടുതൽ വ്യക്തത നടത്തും. മുഖ്യമന്ത്രി പിണറായി വിജയനും ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഉൾപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്നുള്ള ചിത്രം സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തതാണ് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യനെ കുരുക്കായത്. ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ സുബ്രഹ്മണ്യൻ ഇന്ന് നേരിട്ട് ഹാജരാകും. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളിലൊന്ന് മുഖ്യമന്ത്രി പോറ്റിയുമായി അടുത്തിടപഴകി നിൽക്കുന്ന തരത്തിലുള്ളതാണ്. ഒപ്പം മുഖ്യമന്ത്രി പോറ്റിയുടെ ചെവിയിൽ പറയുന്നത് എന്താണെന്ന് വ്യക്തമാക്കണമെന്ന അടിക്കുറിപ്പും സുബ്രഹ്മണ്യൻ ഈ ചിത്രത്തിനൊപ്പം പങ്കുവച്ചിരുന്നു. ഇതിന്റെ ഉറവിടം സംബന്ധിച്ച കാര്യങ്ങളിൽ സുബ്രഹ്മണ്യനിൽ നിന്ന് പോലീസ് വ്യക്തത തേടും. ചിത്രങ്ങളുടെ ആധികാരികത പോലീസ് പരിശോധിച്ചു വരികയാണ്. പോലീസ് കൈവശമുള്ള സുബ്രഹ്മണ്യന്റെ മൊബൈൽ ഫോൺ സൈബർ സെൽ സംഘം പ്രാഥമിക പരിശോധനകൾ നടത്തി. സമൂഹ മാധ്യമങ്ങളിൽ ആദ്യം പങ്കുവച്ച ചിത്രങ്ങളിലൊന്ന് സുബ്രഹ്മണ്യൻ പിന്നീട് ഒഴിവാക്കിയിരുന്നു. ഈ ചിത്രത്തിന്റെ ആധികാരികത സംബന്ധിച്ചും പരിശോധനകൾ തുടരുകയാണ്. നിലവിൽ കലാപാഹ്വാനക്കുറ്റം ചുമത്തിയുള്ള വകുപ്പുകളാണ് കോൺഗ്രസ് നേതാവിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഫോൺ പരിശോധനാ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന ഘട്ടത്തിൽ മറ്റു വകുപ്പുകൾ ചേർക്കണമോ എന്ന കാര്യത്തിൽ പോലീസ് നിയമോപദേശം തേടും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട ചിത്രം തന്നെയാണ് താൻ ഉപയോഗിച്ചതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സുബ്രഹ്മണ്യനും. അതേസമയം കള്ളക്കേസിൽ കൊടുക്കാനുള്ള ആഭ്യന്തര വകുപ്പിന്റെ നീക്കത്തിനെതിരെ ഇന്നും ശക്തമായ പ്രതിഷേധമാകും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക. ജനം, കോഴിക്കോട്.